ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ബാവേലി എന്നല്ല, ബവേലി കേരള ബോർഡർ. കർണാടക കേരള ബോർഡർ ആണ് ബവേലി. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനുണ്ട്, അരുൺ വൈദ്യനും ഫാമിലിയും ഉണ്ട് കൂട്ടത്തിൽ. എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്? നമ്മളിവിടെ വന്നേക്കുന്നത് മഞ്ഞൾ നീരാട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇവിടെ അമ്പലത്തിലെ ഒരു പ്രോഗ്രാമാണ്, മഹോത്സവമാണ് മഞ്ഞൾ നീരാട്ട്. അത് ഭയങ്കര ഒരു കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ വന്നേക്കുന്നത് മെയിനായിട്ട് ഞങ്ങളിവിടെ ദർശനം കാണാനും ഈ മഹോത്സവം കൂടാനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജോർജിയെ കൂടി ഞാനിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്. കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം നമ്മളിത് ചെയ്യുന്നത് തന്നെ. പറയണ്ട മാഡം. ഇല്ല, എല്ലാവരും ഇത് കാണുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇത് എന്താണെന്നുള്ളത് പറയുക, സപ്പോർട്ട് ചെയ്യുക. കാരണം അത്രയും നല്ലൊരു പരിപാടിയാണ്. നമുക്കും ആദ്യമേ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ അത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ജോർജിനെ കൂടി ഞങ്ങൾ കൂട്ടി. ഇതെന്താണെന്ന് ആൾക്കാരിലേക്ക് അറിയിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും കാണുക. ഓക്കെ, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. ഗുണമെന്ന് തോന്നുന്നവർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്. എന്തായാലും എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് ആ പരിപാടി തുടങ്ങാനായിട്ട്. ബാക്കി വിശേഷങ്ങൾ നേരിട്ട് ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വയനാടുള്ളതെന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് നാളെ പരിപാടികൾ നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി വിഷ്ണുമായ ഉപാസകനായ ശ്രീ വിഷ്ണു പ്രകാശ് നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കും. നമസ്കാരം. നാളെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ നടക്കുന്നത്? ഇത് വർഷത്തിലൊന്ന് ഈ ദേവസ്ഥാനത്ത് നടക്കുന്ന ഒരു മഹോത്സവമാണ്. ഭദ്രകാളിയുടെ മഞ്ഞൾ നീരാട്ട്, ശ്രീകുറുമ്പ ഭദ്രകാളി അമ്മയുടെ മഞ്ഞൾ നീരാട്ട് കർമ്മമാണ്. തിളപ്പിച്ച 2 വട്ടത്തിലുള്ള ഗുരുസി ഭദ്രകാളിയുടെ ദർശനത്തിൽ വന്നിട്ട് ആറാടുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത്. നാളെ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇതിപ്പോൾ ഡേറ്റ് അല്ല, കാണികൾക്ക് അറിയാൻ വേണ്ടിയാണ് എടുത്ത് പറയുന്നതാണ്. ഇതിപ്പോൾ 2024 ഏപ്രിൽ 10 ഇത് പ്രോഗ്രാം. മീനഭരണി, അതായത് എല്ലാ വർഷവും മീനഭരണിയാണ്. എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ നാളെ അപ്പോൾ എന്തൊക്കെ രാവിലെ തുടങ്ങും? രാവിലെ ത്രികാല, അതായത് രാവിലെ ത്രികാല പൂജകളോട് കൂടിയിട്ട് തുടങ്ങും. പിന്നെ ഉച്ച മുതൽ അന്നദാനം ഉണ്ടാവും. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞിട്ട് താലപ്പൊലി എഴുന്നള്ളത്ത്, അതായത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബാവലി മക്കാമ്, ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ളൊരു താലം വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ കാണികൾക്ക് മനസ്സിലാക്കാനോ 2 വാക്ക് പറയാമോ? മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നല്ലൊരു പെരുമ വിളിച്ചോതുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. കാരണം നാനാജാതി മതസ്ഥർ ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ ഈ ദേവസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് തന്നെയാണ് ബാവലി മക്കാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളത്ത് വരുന്നത്. അതിനെല്ലാ തരത്തിലുള്ള മതവിശ്വാസികളും പങ്കെടുത്തുകൊണ്ട് അതിഗംഭീരമാക്കിയിട്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. കാരണം അതൊരു നല്ലൊരു പോയിന്റ് ആണല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തണമല്ലോ, അതിനുവേണ്ടി എടുത്ത് ചോദിച്ചത്. വേറെ എന്തൊക്കെയാണ് നമ്മുടെ കാണികളോട് എടുത്ത് പറയാൻ? പിന്നീട് ആ ഘോഷയാത്ര ഇവിടെ എത്തിക്കഴിഞ്ഞ പാടെ വിഷ്ണുമായയുടെ നർത്തനം ഉണ്ടാവും. ശേഷമായിട്ട് ഭദ്രകാളിയുടെ ദർശനം ഉണ്ടാവും. ആ ദർശനത്തോട് കൂടിയിട്ടാണ് ഈ 2 വട്ടത്തിലുള്ള ഗുരുസി സമർപ്പണം ഇവിടെ നടക്കുന്നത്. അത് തിളപ്പിച്ചതാണ്, അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടി തിളയ്ക്കുന്ന മഞ്ഞൾ ഗുരുസിയിലാണ് ഭദ്രകാളിയമ്മ നീരാടുന്നത്. അത് ലോകത്ത് തന്നെ മറ്റൊരിടത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ആ രീതിയിൽ ചെയ്യുന്നൊരു ഇടം ഇത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രധാന മൂർത്തികൾ ഏതൊക്കെയാണ്? ഇവിടെ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് പുളിയാമ്പിളി ഭാവത്തിലുള്ള യോഗീശ്വര സാന്നിധ്യമാണ്. പുളിയാമ്പിളി ഭഗവാൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ കുലാചാരപ്രകാരമായിട്ട് ആചരിച്ചു പോകുന്ന ഒരു മൂർത്തി ചൈതന്യമാണ്. ആ ഒരു മൂർത്തി ചൈതന്യത്തിൻ്റെ പ്രഭാവലയത്തോട് കൂടിയിട്ട് മറ്റുള്ള ചൈതന്യങ്ങൾ, വിഷ്ണുമായി ആണെങ്കിലും കരിങ്കുട്ടിയാണെങ്കിലും ഭദ്രകാളിയമ്മയാണെങ്കിലും പിന്നീട് ചാത്തൻ സ്വാമിമാരാണെങ്കിലും പക്ഷീസങ്കല്പ സമാധിയാണെങ്കിലും നാഗരാജാവാണെങ്കിലും ഗുളിയൻ സ്വാമിയാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് വാഴുന്ന ഒരു പുണ്യസങ്കേതം തന്നെയാണ് പായ്മൂല ശ്രീ പുളിയാമ്പള്ളി വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ പുറത്ത് അവിടെ ചേട്ടന്മാർ പറഞ്ഞു കേട്ടിരുന്നു എല്ലാ ഞായറാഴ്ചയുടെ വിഷ്ണുമായുടെ ദർശനം. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അതായത് പലതരത്തിലുള്ള ആളുകൾ, പല പ്രയാസങ്ങളുള്ള ആളുകൾ ഈ അടുത്ത് വന്നിട്ട് അവരുടേതായിട്ടുള്ള തന്നെ മാറ്റങ്ങൾ നമ്മൾ കൺകണ്ടറിഞ്ഞതാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലൂടെ വിഷ്ണുമായ സ്വാമിയുടെ ദർശനം, നർത്തന ദർശനം ഉണ്ടാവാറുണ്ട്, വായ്മൊഴി ഉണ്ടാവാറുണ്ട്. അത് ഒരു
കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു ആചാരം തന്നെയാണ് ഇവിടെ. അതെ. ഇപ്പം എത്ര കൊല്ലങ്ങളായി ഇവിടെ ഇപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പിന്നെ നമ്മുടെ കാണികൾക്ക് അറിയാൻ വേണ്ടി മറ്റൊരു കാര്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് ശ്രീ വിഷ്ണു പ്രകാശ് ഇവിടെ എത്തിപ്പെട്ടത്? കാരണം ഇവിടെ അല്ലല്ലോ ശരിക്കും സ്ഥലം ഇവിടെ. അതെ, അല്ല 2012-13 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ദർശനം സാന്നിധ്യം ക്രിയേറ്റ് കിട്ടുന്നത്. അതെൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ്. അത് നെല്ലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, പൂതാടി, കേണിച്ചിറ പൂതാടിയിൽ നെല്ലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 2 വർഷക്കാലം നർത്തന ദർശനം ഉണ്ടായിരുന്നു. അവിടെ ദേവഗണങ്ങളായിട്ട് വനദുർഗ, കരിയാത്തൻ, പിന്നെ യോഗീശ്വര സാന്നിധ്യം, ഭദ്രകാളി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് 2 വർഷം കൊണ്ട് അവിടെ ഒരു പരിസമാപ്തിയാവുകയും പിന്നീട് 2021 അത് പുനരുദ്ധരിക്കുമെന്ന് ആ സമയത്ത് അവിടെ ദർശനത്തിൽ പറയുകയുണ്ടായി. അത് വേറൊരു സ്ഥലത്തായിരിക്കും എന്ന് പറയുകയുണ്ടായി. അത് യാദർശികവശാൽ ഇവിടെ എത്തിപ്പെടുകയാണ് ചെയ്തത്. അത് പിന്നീട് ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ഈ ദർശനം പല സമയം കിട്ടിയെന്ന് പറഞ്ഞത്, ആദ്യ ദർശനം കിട്ടിയത് എന്തായിരുന്നു? ആദ്യ ദർശനം ഭദ്രകാളി സാന്നിധ്യത്തിൻ്റെ ദർശനമാണ് കൈയേറ്റി കിട്ടിയത്. അത് എൻ്റെ ചെറുപ്പകാലത്തിലാണ് കൈയേറ്റി കിട്ടിയത്. അത് ഈ ഒരു കാലം വരെ മുടങ്ങാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കാലം കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് ഭയഭക്തിയോട് കൂടിയിട്ട് ഹൃദയത്തോട് ചേർത്തെറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ഭക്തരും അവരുടെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേവസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയെ കൊണ്ടും വഴിപാടിനെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും പിന്നീട് ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു പൂർണ്ണതയെ കൊണ്ടും നമുക്കിവിടെ എല്ലാ വിധാനവും ചെയ്തു വെക്കാൻ കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ എല്ലാം ഭംഗിയായിട്ട് സാധിക്കട്ടെ. സന്തോഷം. ഈ ഒരു കാര്യമായിട്ട് യൂറോപ്പിൽ ഒരു മഹത്തായ ഒരു കാര്യം നടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കാവിൻ്റെ പുനരുദ്ധാരണം. കാവ്യ എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂർത്തി ചൈതന്യങ്ങളെ ഓരോ കാവുകളിലും കുടിവെച്ച് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് മുൻപ് കാലത്ത്. അപ്പോൾ കാവ് തീണ്ടരുത് എന്ന് പറയുന്നൊരു കാര്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ കാവ് തീണ്ടരുത് എന്ന് പറയുന്നത് ആ കാവിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കാവലായിട്ട് മൂർത്തികളെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തെ നമ്മൾ വെച്ചാരാധിക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയെ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിലും കുറേയധികം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇപ്പോഴുള്ള പ്രയാസങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഇന്ത്യയിലും യൂറോപ്പിലൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട്, കാവിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ട്രൈബലോസഫി ആദിമനുഷ്യായനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പം ചെയ്തു വരുന്നുണ്ട്. കാവിൻ്റെ പുനരുദ്ധാരണം, കാവ് നാളെയുടെ ആവശ്യമാണ്, ഇന്നിൻ്റെ ശ്വാസമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇപ്പോൾ? അതായത് ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഒരു 2-3 കാവുകൾ അതായത് നമ്മളിപ്പം ചെയ്തു വരുന്നുണ്ട്. കാരണം പുതുതായിട്ട് മരം നടുന്നുണ്ട്, ഉള്ള മരത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആ സംരക്ഷിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ചൈതന്യത്തിൻ്റെ, ആ പ്രകൃതിയെ ആരാധനാപൂർവ്വം നമുക്ക് എങ്ങനെ നോക്കി കാണാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യൂറോപ്പിൽ ഇപ്പോൾ ട്രൈബലോസഫി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് എന്നോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരാൾ കൂടെ ഉണ്ട് അതിൽ, ഷജീർ കിഴക്കേക്കര എന്ന് പറയുന്ന വയനാട്ടുകാരൻ തന്നെയായിട്ടുള്ള മറ്റൊരാൾ യൂറോപ്പിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. സന്തോഷം. എന്തായാലും മറ്റൊന്നും പറയാനില്ലെന്ന് വിശ്വസിക്കുന്നു. വേറെ നാളെ നേരിട്ട് കാണാം തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശ്രീ വിഷ്ണു പ്രകാശ് പറഞ്ഞു തന്നുകൊണ്ട് എനിക്കും നിങ്ങൾ കാണികൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിഷയങ്ങൾ നേരിട്ട് കാണിച്ചു. തീർച്ചയായും. നമസ്തേ. ഇത് കണ്ട, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. കുറേ ആൾക്കാർ, അതായത് പ്രായപരിധിയൊന്നുമില്ല, എല്ലാവരും എൻ്റെ ഭാഷ പറഞ്ഞ കട്ടക്ക് എന്ന് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ആ ഒരു ഉത്സവം അല്ലെങ്കിൽ ആ മഹോത്സവം അതിഗംഭീരമാക്കാൻ വേണ്ടി തന്നെ അവരെല്ലാവരും എന്താ പറയുക, പ്രായപരിധി അതൊന്നുമില്ല, എല്ലാ ചെറുപ്പക്കാരും ഉണ്ട്, വലിയ പ്രായമുള്ളവരും ഉണ്ട്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്നിട്ട് ഇത് കണ്ട. നമ്മുടെ ഇവിടെയൊക്കെ തോരണങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇത് ഓല വെച്ചുള്ള കുറേ ഡിസൈൻ വർക്കാണ്. ഓലയായിരുന്നു അതിൻ്റെ അകത്ത് കൂടുതൽ യൂസ് ചെയ്തേക്കണത്. നല്ലതാണ്, പ്രകൃതിക്കും നല്ലതാണ് എല്ലാ രീതിയിലും നോക്കുമ്പോൾ. ഇത് കണ്ട, എല്ലാവരും കൂടി ഇന്നത് അത് ഒരുക്കിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക ഫീലായിരുന്നു അത്. എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ഞാനും കുറേ നേരം അവരൊപ്പം പോയിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. എന്തായാലും നാളത്തെ മഹോത്സവം കാണാൻ എനിക്കും കൊതിയായിട്ടിരിക്കുകയാണ്. എന്തായാലും നേരിട്ട് കാണാം. പറഞ്ഞറിവ് അടിപൊളിയായിരുന്നു. അപ്പോൾ കാണുമ്പോൾ എന്താണ് അതിൽക്കും മേലേരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞു കേട്ടോടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടത്തിലാണ്. എന്തായാലും നാളത്തെ ഒരു ദിവസം നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് എടുക്കേണ്ടത്. പിന്നെ ഇതേ നാളെ അന്നദാനത്തിനുള്ള പച്ചക്കറികളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വെച്ചേക്കണമാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാം കൂടി മറ്റേ അടക്കാമരത്തിൻ്റെ പൂക്കുല പറിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ കുറേ ദൂരത്തിലാണ് പോയത്. കാരണം
ഈ ഒരു കാര്യത്തിനുമാണ്. പിന്നെ അവിടെ അടുത്തൊന്നും ഈ പൂക്കുല എപ്പോഴും കിട്ടൂല. അപ്പോൾ ആ സമയത്ത് നോക്കി ഒരാളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പറമ്പിലോട്ട് വെക്കണേ. ഇതിൻ്റെ മേളിൽ കയറുന്നത് കുട്ടനാണ്. കുട്ടനെ ഇതൊന്നും നിസ്സാര കേസായിട്ടാണ് കണ്ടത്. കുട്ടനൊരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 2 ഡെയിലി കയറി വെച്ചെങ്കിൽ ഇവിടെ 6 പാക്കാണ്. കുട്ടൻ്റെ ബോഡി ഇരിക്കുന്നുണ്ട് അടിപൊളി. കുട്ടനെ വെറുതെ സിമ്പിളായിട്ട് കയറി ഇറങ്ങിയും പോകുന്നത്. അത്ര എത്രണ്ണത്തിൽ അന്ന് കയറിയെന്ന് അറിയാമോ? പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പോകണൊരു 6:15 അല്ലെങ്കിൽ 6:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം ഇത്തിരി പോയി, ഇല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങളെ കാണിച്ചു തന്നെ. 6:30 ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല. കുട്ടനത് കുറച്ച് അത് നിലത്തേക്ക് ഇടാൻ പറ്റില്ല, നിലത്തേക്ക് ഇട്ടാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നൊരു 5 എണ്ണത്തിലെന്തോ മിനിമം കയറിയിട്ടുണ്ട് കുട്ടൻ. അത് ഒരു വിഷയമില്ല. എന്നിട്ടും ആള് അടിപൊളിയായിട്ടിരിക്കുന്നത്. എന്തായാലും അവരെല്ലാവരെയും പരിചയപ്പെടുത്താം. ഇതിന് ശേഷം ഇച്ചിരി ഇരുട്ടുണ്ട്, അത്രയൊരു പ്രശ്നമുള്ളൂ. എന്തായാലും ഞാൻ അവരൊപ്പം കൂടെ ഇറങ്ങിയാണ് ഈ കാഴ്ചയൊക്കെ നിങ്ങളെ കാണിച്ചത്. ശേഷം നിങ്ങളത് അടിപൊളിയായിട്ട് വിഷ്വൽ കാണിച്ചിരുന്നുണ്ട്. പക്ഷേ ഇത്തിരി ഇരുട്ടായി പോയതേ. ഇത് എൻ്റെ കൂടെ പ്രതീക്ഷേട്ടനുണ്ട്, ബീച്ചേട്ടനുണ്ട്, രഞ്ജിത്തുണ്ട്, കുട്ടനുണ്ട്. കുട്ടനാണ് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കയറിയ വിഷ്വൽ കണ്ടത്. ഞങ്ങൾ കണ്ടില്ലേ ഈ പൂക്കുല പറിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അടക്കാൻ മരത്തില്ല, കൗങ്ങിൻ്റെ അല്ലേ നിങ്ങളുടെ ഇത്? കൗങ്ങിൻ്റെ പൂക്കുല. ഇതുകൊണ്ടാണ് മഞ്ഞൾ നീരാട്ടിന് പിന്നെ ഭദ്രകാളിയമ്മ ആടുന്നത് അല്ലേ? എന്തായാലും അത് നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? നാളെ കാണിച്ചു കൊടുക്കാം. പോവാം. ശരി, ഓക്കെ. ഇതുണ്ടോ രാത്രി നല്ല അടിപൊളിയായിട്ടാണ് ലൈറ്റൊക്കെ കൊടുത്തത്. നോക്കിയാൽ മരത്തിൽ നല്ല ഭംഗിയായിട്ടാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അതിൽ കൊടുത്തിരിക്കുന്നത്. നാളെ ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു വിഷ്വൽ എടുത്തത് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. പിന്നെ അതുപോലെ പൂ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കണം കേട്ടോ. രാത്രി ഇപ്പോൾ 9 മണിയോളമായി. ആ ടൈമിലാണ് ഈ ഒരു വിഷ്വൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ ബിജുട്ടോ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഹായ്. ഞങ്ങള് ഈ അടക്കമരത്തിന്റെ പൂക്കളൊക്കെ പറിക്കാൻ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ ഏകദേശത്തിന്റെ അരുൺവൈദ്യനോടെ ഫുൾ ഓൺ ആയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഈ പറഞ്ഞ 10 മണി 10:30 ടൈമായി. അപ്പോഴും ഇവിടെ നല്ല കട്ടക്കായത്. ഇവർ ഉറങ്ങണില്ല, ഇവർ ഉറക്കമില്ല അന്നത്തെ രാത്രി. അന്നത്തെ അല്ല, 4-5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അന്ന് നാളത്തേക്കുള്ള അന്നദാനം, പിന്നെ അതുപോലെ ഇവിടുത്തെ ഡെക്കറേഷൻ പരിപാടി തന്നെ. പിള്ളേരൊക്കെ നല്ല അപ്പോഴും നല്ല ഉണർവോടുകൂടി തന്നെ ഇരുന്ന് എല്ലാവരും, കൊച്ചു പിള്ളേരടക്കം. ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് പറ്റില്ല, ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിട്ടാണ് പ്രശ്നമില്ല. നാളത്തേക്കുള്ള അന്നദാനത്തിൻ്റെ പാചകത്തിൻ്റെ പരിപാടിയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ ഇപ്പോഴും രാത്രി ഓടി നടന്ന് വരെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇനിയുള്ളത് കാണാനുള്ളത് നാളത്തെ ദിവസത്തെ ആ ഒരു മഹോത്സവമാണ്. ബാക്കി വിശേഷങ്ങൾ നാളത്തെ അല്ലേ എത്തിക്കുക. അങ്ങനെ നമ്മുടെ മഹോത്സവത്തിൻ്റെ ദിവസം രാവിലെ വെളുപ്പിന് തന്നെ ഒരു പൂജയൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതുണ്ട് രാവിലെ തൊട്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കെടുത്ത കുറച്ച് വിഷ്വൽസാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്നു തുടങ്ങി കേട്ടോ. ഞാനോടത്ത് സത്യം പറഞ്ഞാൽ കുറേ അകത്ത് കയറിയിട്ടൊരു കാടിൻ്റെ ഭാഗമാണ് കേരള. നമ്മുടെ ഇൻട്രോയിൽ തന്നെ പറയണ്ടല്ലോ അരുൺവൈദ്യൻ, കേരള ബാംഗ്ലൂർ കർണാടക ബോർഡറാണ് അതെന്ന് പറയണ്ടല്ലോ. അപ്പോൾ അത്ര അകത്തായതാണ്. ഞാൻ ഇത്ര ആൾക്കാരെയൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ രാവിലെ തന്നെ അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അകത്ത് കയറി അത് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു നമ്മളോട്, അത് കയറി എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുവാദം കൂടി കിട്ടിയാൽ നമുക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ പറയണം. പിന്നെ അതുപോലെ വീഡിയോ ഇത്തിരി ലാഗ് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് നടക്കണം. ഇപ്പോഴും ഞാൻ കുറേ പോർഷൻ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇട്ടേക്കണം. എന്നാലും നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമാണെങ്കിൽ കുറച്ച് ലാഗിൽ തന്നെ പോകണം, അല്ലാണ്ട് രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഇത് വിൽക്കാറ് 2 എപ്പിസോഡായിട്ട് ആയിരിക്കുള്ളൂ വിൽക്കാറ് നിങ്ങളിലേക്ക് എത്തണം. കാരണം മണിക്കൂറുകളുടെ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് ശ്രീ വിഷ്ണു പ്രകാശ്. നമ്മളോട് ആദ്യമേ പറഞ്ഞില്ലേ, അവിടെ കുറേ മൂർത്തികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്തൊരു വിഷ്വലാണ്, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുക. എന്നാൽ കഴിയുമ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ മെയിൻ മഞ്ഞൾ നീരാട്ടാണല്ലോ, അത് രാത്രിയാണ് ആരംഭിക്കുന്നത്. അതിന് മുന്നേ താലം ഉണ്ട്. താലം പറഞ്ഞിരുന്നല്ലൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇതും കൂടിയാണ്. എന്താണ് പറഞ്ഞാൽ അവിടുത്തെ നിങ്ങൾ ഈ കാണുന്നത് നാഗരാജാവ് എന്ന് പറയുന്ന പ്രതിഷ്ഠയാണ്. നാഗരാജാവിനോട് കൂടി നാഗദേവ നാഗകാളിയമ്മ
എന്നൊരു സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠ ഉള്ളത്. നാഗത്തിന് ഇവിടെ 100 പാലും അതൊരു പാൽപ്പഴവും മഞ്ഞൾ സമർപ്പിക്കുന്നു. പിന്നെ ഇണ ചേർന്ന സർപ്പരൂപങ്ങൾ സമർപ്പിക്കുക എന്നതെല്ലാമാണ് ഇവിടുത്തെ പ്രാധാന്യത്തിലുള്ളത്. ഈ കാണുന്ന ചെമ്പിലാണ് വെള്ളം നിറച്ച് അത് നല്ല തിളച്ച് നിൽക്കുമ്പോൾ എന്തെന്ന് ഈ നമ്മൾ പറിക്കാൻ പോയില്ലേ പൂക്കുല, അത് വെച്ച് ഇങ്ങനെ മേത്തേക്ക് തെറിക്കും. നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ പോലും മേത്ത് വീണാൽ പൊള്ളും. അത് ഞാൻ കാണിച്ചു തരാം പുറകെ. ആ ചെമ്പ് അതിന് മുന്നേ ആയിട്ട് ചന്ദനമൊക്കെ തേച്ച് അത് എന്താ പറയുക ഒരു ഭംഗിയാക്കണത്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറേ വന്ന് പോകണ്ട, രാവിലോട്ട് വന്ന് പോകണ്ട. മെയിൻ വൈകുന്നേരമാണ് നീ കാണേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളും കാണണം, ഞാനും കാണാൻ ആഗ്രഹിച്ച് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ പൂജ രാവിലോട്ട് തുടങ്ങിയാണെങ്കിലും ഉച്ചക്കുണ്ടായിരുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജ റെഗുലറായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷൻ പോലെ തോന്നും. പക്ഷേ ഞാൻ മുഴുവൻ കാണിച്ചിട്ടില്ല, ഞാൻ ഓടിച്ചിട്ട് എന്നാലും നിങ്ങൾ അതിൻ്റെ ഒരു പോർഷൻസ് കാണണം, അല്ലെങ്കിൽ അത് വ്യക്തമാവില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞ അങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം അങ്ങനെ ആഡ് ചെയ്തിട്ടേക്കണം, ടിക്കറ്റ് ലാഗ് അടിച്ചാണെങ്കിലും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷൻ വന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഈ കാണുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തർപ്പണ കുരിശി എന്നാണ് പറയുന്നത്. അതായത് ആ ദേശത്തെ ദേവതയ്ക്ക് സമർപ്പിക്കുന്ന കുരിശി. അതായത് അടുത്തൊരു കരിങ്കാളി അമ്പലമുണ്ട് തൊട്ടടുത്ത്. ആ ദേശത്തെ ദേവതയെ സങ്കല്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഇത്. അവരെ പ്രാധാന്യത്തിൽ കൊണ്ടുവന്നിട്ട് അവരോട് അനുവാദം, അതായത് അവിടുത്തെ ആ ദേശദേവതയോട് അനുവാദം വാങ്ങിയിട്ടാണ് വൈകിട്ടത്തെ ഈ താലപ്പൊലി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ മഞ്ഞൾ നീരാട്ട് പരിപാടി തുടക്കം കുറിക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അരുൺ വൈദ്യൻ്റെ വണ്ടിയിലാണ് ഇത്തവണ തിടമ്പുഴ കൊണ്ടുപോകുന്നത് ഈ ബാവലി മക്കാവിലേക്ക്. ഈ ദേവസ്ഥാനത്ത് നിന്നും പൂജിച്ചിട്ട് തിടമ്പിലേക്ക് ഭദ്രകാളിയെയും അതുപോലെ വിഷ്ണുമായെയും സ്വാമിയെയും മറ്റു മൂർത്തികളെ ആവാഹിച്ചിട്ട് അത് നേരെ ബാവലി മക്കാവിലേക്ക് കൊണ്ടുപോയിട്ട് ശേഷം ആ പള്ളിയിൽ നിന്ന് ഏറ്റവും പ്രധാനത്തിലിരിക്കുന്ന ഒരു വിളക്കുണ്ട്, ഖബറിനോടടുത്ത് ഇരിക്കുന്ന ഒരു വിളക്കുണ്ട്. ആ വിളക്കിൽ നിന്നും തിരിയെടുത്ത് ആ തിരി ഈ താലം കൊണ്ടുവരുന്ന ഒരു കുത്തുവിളക്കുണ്ട്. ആ കുത്തുവിളക്കിൽ ആദ്യം കത്തിക്കുന്നു. ശേഷം അവിടെയുള്ള ആ പള്ളിയിലുള്ള പള്ളിയിലുള്ള മുസ്ലിയാർമാരും ഉസ്താദുമാരും അവിടുത്തെ ഭാരവാഹികളെല്ലാവരും ചേർന്നാണ് ബാക്കി താലത്തിലേക്കുള്ള തിരി കൊളുത്തുന്നത്. ശേഷം അവിടെ നിന്ന് താലപ്പൊലി ഘോഷയാത്ര ബാവേലി മക്കാവിൽ നിന്നും പായ്മൂല ദേവസ്ഥാനത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാവലി മക്കാവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പരിധികളുണ്ട്. അപ്പോൾ ചെറിയ അത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അവിടെ കണ്ടൊരു മനോഹര കാഴ്ചയാണ്. രണ്ട് ചെമ്മരിയാടല്ലേ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നത്, അത് ഞാനൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. പിന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇനി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകണല്ലേ കാണാൻ പോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ബാവലി മക്കാബ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പറഞ്ഞ താലപ്പൊലി ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ബാവലി മക്കാവിൽ നിന്നാണ് ഈ താലപ്പൊലി ആരംഭിച്ച് ശേഷം ഈ ബാവലി ആൽത്തറയുണ്ട്, അവിടെ ആ കാവിൽ പോയി അത് കണ്ട് അവിടുത്തെ പ്രദക്ഷിണം വെച്ചിട്ടാണ് പായ്മൂല ദേവസ്ഥാനത്തേക്ക് തിരിച്ച് ഈ താലം ഈ തിടമ്പേറ്റിയ താലം എത്തുന്നത്. അത് ഈ തിടമ്പിൽ ചൈതന്യങ്ങളൊക്കെ ആവാഹിച്ച് ഈ തിടമ്പ് നഗരപ്രദക്ഷിണം കഴിഞ്ഞാണ് ദേവസ്ഥാനത്തേക്ക് ദേവി ദേവന്മാർ ആനയിച്ചതിന് ശേഷമാണ് ഈ മഞ്ഞൾ നീരാട്ട് കർമ്മം നടക്കുന്നത്.
അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടുത്തെ മെയിൻ ഒരു വിളക്കിൽ നിന്നാണ് ആ തിരി എടുത്ത് അവരുടെ ഈ താളത്തിലേക്കുള്ള തിരികൾ കത്തിക്കുന്നത്. ആ ഒരു വിഷ്വലാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ. കാരണം എന്താ പറയുക, ഇപ്പോൾ ഇല്ലാത്ത ഒന്നാണ് മതസൗഹാർദ്ദം, ഇല്ലാത്ത കുറേ കാര്യങ്ങളിലൊന്നാണ് അങ്ങനെ പറയേണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത് ഇങ്ങനെ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചതിലും അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. അപ്പോൾ ആ മക്കാബിൽ നിന്ന് താലപ്പൊലി ആരംഭിക്കാൻ പോകണുള്ളൂ. അത് തിരികെ എത്തിച്ചതിന് ശേഷം അതിൻ്റെ ആ പള്ളിയുടെ മുന്നിൽ നിരന്ന് നിൽക്കുന്ന ആ ഒരു വിഷ്വലാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നൈറ്റിലായതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല വിഷ്വല്. എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നെയാണ്. അതിടം പറ്റിയ ചെണ്ടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നേരിട്ട് കാണേണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള കർണാടക ബോർഡറാണ്. ഈ ബാവലി ചെക്ക് പോസ്റ്റാണ് നിങ്ങളെ കാണുന്നത്. അതായത് നമ്മൾ ബാവലി മക്കാബിൽ നിന്ന് ഇറങ്ങി പിന്നെ ശേഷം അടുത്തുള്ള ആൽത്തറ സന്ദർശിച്ച് അവിടെ പ്രദക്ഷിണം വെച്ചിട്ടാണ് തിരിച്ച് ഈ പുളിയാമ്പള്ളി നമ്മുടെ വന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയുള്ള ആ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ താലം നഗരം ചുറ്റി പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് താലം തിരിച്ചു നേരെ ഈ ആൽത്തറ വന്ന് സന്ദർശിച്ചു. അത് പ്രദർശനം വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മഞ്ഞൾ നീരാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നമുക്ക് അവിടെ വെച്ച് കിട്ടിയ 2 സുഹൃത്തുക്കളാണിത്, അസീസും ഷനോദും. അവരെവിടെ കാണിക്കുന്നതാണ്. സൗണ്ട് കാരണം എനിക്ക് എടുത്ത് അവിടെ മൈക്ക് വെച്ചിട്ട് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായില്ല. അതാണ് ഇങ്ങനെ പരിചയപ്പെടുത്തിയത് പോലെ. അവിടുന്ന് കിട്ടിയ 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ പുളിയാമ്പള്ളിയിലേക്കുള്ള ഈ താലപ്പൊലി യാത്രയിലാണ് ശേഷമാണ് മഞ്ഞൾ നീരാട്ട് നടക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചിട്ടൊക്കെ മുഴുവൻ പറയാം. നിങ്ങളിതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ തിരിച്ച് എത്തേണ്ട ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ജംഗ്ഷൻ്റെ പേരറിയില്ല, അതാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പം
ഏതാണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും റോഡിൽ കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ, ഈ താലം വരുന്നത് നോക്കി കാത്തു നിൽക്കുകയായിരുന്നു. ഇതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജനത്തിരക്ക് കാണേണ്ടതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്ര ആൾക്കാർ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ നീരാട്ട് തീരണ എനിക്ക് തോന്നണം 3 മണി 4 മണി എന്തോ ആയിരുന്നു തോന്നുന്നു ടൈം നോക്കുള്ള. കാരണം ഞാനും ആ ഒരു വളത്തിൽ തന്നെ അവരൊപ്പം നിൽക്കണമായിരുന്നു. അപ്പോൾ ആ ടൈമിലും ആൾക്കാരവിടെ തിങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. നിങ്ങൾ നേരിട്ട് കാണാൻ കിടക്കണേന്നുള്ളത് ഇനി മെയിൻ സംഭവങ്ങൾ കാണാൻ കിടക്കണേ എന്ന് വേണം പറയാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഈ മഞ്ഞൾ നീരാട്ട് കിടക്കണം ദേവസ്ഥാനത്തേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട്. താലം ജസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്, തൊട്ട് പുറകെയുണ്ട്. അപ്പോൾ നമ്മൾ ദേവസ്ഥാനത്ത് എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. എന്താണ് മറ്റേ മഞ്ഞൾ നീരാട്ടിനുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളും അതുപോലെ തൊട്ടടുത്ത് നിങ്ങൾക്ക് അടപ്പും വിറകൊക്കെ റെഡിയാക്കി വെച്ചാൽ കാണാം. അപ്പോൾ അതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അടുത്തതാണ് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന മഞ്ഞൾ നീരാട്ടിൻ്റെ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. അവിടെ അതിൻ്റെ അടപ്പും ചെമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന പൂജ നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ മഞ്ഞൾ നീരാട്ടാണ് നടക്കാൻ പോണത്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, കാരണം കുറച്ച് ലെങ്ത് ഉണ്ടത്, അത് നമ്മൾ അടുത്ത പാർട്ടായിട്ടാണ് ചെയ്തേക്കണം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര ലാഗടിപ്പിച്ചിട്ടാണെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ വിട്ടത്. എന്തായാലും അത് കാണുക, വിലയേറിയ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന അഭ്യർത്ഥനയാണ്.